ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ ഒബ്ജക്ട്സിലുള്ള കീസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നോർമൽ വേരിയബിൾസ് എഴുതുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മളോട് കൊടുത്തിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ലൈക്ക് നെയിം, ഏജ്, ഹോബീസ്, ഗ്രീറ്റ് എന്നുള്ളതൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് പറയാൻ പറ്റും നമ്മൾ വേരിയബിൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഏതാണ്ട് അതേപോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ. പക്ഷേ എല്ലാ കേസും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. ഓക്കെ, സോ വേരിയബിൾസ് ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കോൺസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ലേ. സോ അത് എന്താണോ വേരിയബിൾ കൊടുക്കുന്നത് ഏതാണ്ട് അതേ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കൊടുക്കാനും പറ്റും കീസിലുള്ളത്. പക്ഷേ കീസ് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണെന്ന് ഞാൻ പറയും. ഓക്കെ, സോ ഞാനപ്പോൾ പറഞ്ഞു വെച്ചാൽ ഫ്ലെക്സിബിൾ എന്താ കാരണം പറഞ്ഞു വെച്ചാൽ എല്ലാ വേരിയബിൾ ഫ്രണ്ട്ലി നെയിംസ് ആർ വാലിഡ് കീസാണ്. കാരണം ഇപ്പോൾ വേരിയബിൾ നമ്മൾ എന്ത് കൊടുക്കുന്നോ നെയിം, ഏജ്, പേഴ്സൺ ലൈക്ക് എന്ത് കൊടുത്താലും നമുക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ കീസിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം വേരിയബിൾക്ക് വാലിഡ് ആണെന്ന് വെച്ചാൽ അല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ വേരിയബിളിൽ നമുക്ക് വൈറ്റ് സ്പേസ് ഒന്നും പറ്റില്ല അല്ലേ, പക്ഷേ നമുക്ക് വേണമെങ്കിൽ കീസിൽ വൈറ്റ് സ്പേസ് വെച്ച് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നെയിം ഓക്കെ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഫസ്റ്റ് നെയിം ഞാൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ കറണ്ട്. പക്ഷേ ഇത് വാലിഡ് ആണെന്ന് വെച്ചാൽ ഇത് വാലിഡ് അല്ല, ഇത് ഇൻവാലിഡാണ്. റൺ ചെയ്താൽ എറർ അടിക്കും വാലിഡ്ലി. കണ്ട ഫസ്റ്റ് നെയിം ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് ആണ്, അൺഎക്സ്പെക്ടഡ് ഐഡൻറ്റിഫയർ നെയിം. സോ ഇത് ആക്ച്വലി വന്നിരിക്കുന്നത് എററാണ്. കാരണം വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് അതിനെ റീഡ് ചെയ്യാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പ്രഷനാണ്. സോ എക്സ്പ്രഷനായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പറേറ്റർ അല്ല, ഓക്കെ, അല്ലെങ്കിൽ കീവേഡും അല്ല. സോ ജാവാസ്ക്രിപ്റ്റ് അവിടെ കൺഫ്യൂസ് ആവുന്നു. സോ അതുകൊണ്ടാണ് എറർ വരുന്നത്. സോ പക്ഷേ സെയിം കേസ് തന്നെ വേരിയബിളിലും വരും കേട്ടോ. അപ്പം നമുക്കിവിടെ എഴുതുകയാണെങ്കിൽ കോൺസ്റ്റ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വേരിയബിളിലും നമുക്ക് ഈ സ്പെല്ലിംഗ് തിരിപ്പോയി കോൺസ്റ്റ്. സോ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തെറ്റി എറർ വരും ആക്ച്വലി. സോ വേരിയബിളും ആക്ച്വലി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, അലൗഡ് അല്ല. കാരണം വൈറ്റ് സ്പേസസ് വേരിയബിൾസിൽ ഒട്ടും അലൗഡ് അല്ല. ഓക്കെ, പക്ഷേ നമുക്ക് പ്രോപ്പർട്ടീസ് വൈറ്റ് സ്പേസ് വെച്ച് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൽ കീ ആയി നമുക്ക് എന്ത് സ്ട്രിങ്ങും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസിക്കലി ഇതിനെ സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്താൽ മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോഡ്സ് ആയിട്ട് കൊടുക്കാം. ഉണ്ട് സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് കൊടുക്കാം. ഞാൻ ഡബിൾ കോഡ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് വാലിഡാണ്. നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ വിട്ടുപോയി ഞാൻ. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കീസും നമുക്ക് കറസ്പോണ്ടിങ്ങിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് റാപ്പപ്പ് ചെയ്ത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ സ്ട്രിങ് ആയിട്ട് കൊടുക്കുമ്പോൾ സ്ട്രിങ്ങിൽ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് രണ്ടും ഓക്കെയാണ്. ഇപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സോ കീസിൽ ബേസിക്കലി എന്തൊക്കെ പറ്റുമെന്ന് വെച്ചാൽ സ്പേസ് കൊടുക്കാം, ഡാഷ് കൊടുക്കാം, മൾട്ടിപ്പിൾ വേർഡ്സ് കൊടുക്കാം, എന്ത് ക്യാരക്ടറും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ സൈഡ് നോട്ട് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ക്യാമൽ കേസ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ എഴുതുകയാണെങ്കിൽ നമ്മളിവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് നെയിം ക്യാമൽ കേസായിട്ട് നമ്മൾ ഐഡിയലി കൂടുതലും പ്രിഫർ ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ക്യാമൽ കേസായിട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുക. പക്ഷേ ഈ വൈറ്റ് സ്പേസും വെച്ച് പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനും പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവും, നമ്മൾ കീ ഇങ്ങനെ ആഡ് ചെയ്തൂല, ഇനി ഈ ഫസ്റ്റ് നെയിം നമ്മളെങ്ങനെ ആക്സസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്കിവിടെ പേഴ്സൺ ഉണ്ടല്ലോ, അപ്പോൾ പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം എന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ എറർ വന്നു. അത് പോസിബിൾ അല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സെയിം ഇഷ്യൂണ് വരിക. ജാവാസ്ക്രിപ്റ്റ് റീഡ് ചെയ്യും ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡായിട്ട് റീഡ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. അതുകൊണ്ടാണ് എറർ വരുന്നത്. സോ ഡോട്ട് നൊട്ടേഷൻ ഇതിൽ പോസിബിൾ അല്ല ആക്ച്വലി. എപ്പോഴൊക്കെ സ്പെഷ്യൽ കീസ് സ്പേസസും ഡാഷസ് ഒക്കെ ഉള്ള സമയത്ത് ഈ ഡോട്ട് നൊട്ടേഷൻ വെച്ച് എഴുതാൻ പറ്റില്ല. സോ ഇവിടെയാണ് നമുക്ക് എന്താ വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റ് നൊട്ടേഷൻ്റെ യൂസ്ഫുൾ വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടിരുന്നു അല്ലേ, അറേയിലൊക്കെ അറേ ഓഫ് 0 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ അറേസ് എല്ലാം ബേസിക്കലി ഒബ്ജക്ട്സ് ആണ്. സോ സ്ക്വയർ ബ്രാക്കറ്റ് നൊട്ടേഷനിൽ അത് ജനറൽ ഒബ്ജക്റ്റ് ഫീച്ചർ തന്നെയാണ്. പക്ഷേ ഫോർ ഒബ്ജക്ട്സിൽ ഇൻസൈഡ് ബ്രാക്കറ്റ്സിൽ ബേസിക്കലി നമ്മൾ വെച്ചാൽ കീ ആണ് എഴുതുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കീ എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം പേഴ്സൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്ട്രിങ് ആയിട്ടല്ലേ കൊടുത്തത്. സോ അതേപോലെ നമ്മളിവിടെ സ്ട്രിങ് ആയിട്ട് കൊടുത്താൽ മതി. ലൈക്ക് ഫസ്റ്റ് നെയിം എന്നും പറഞ്ഞ് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കറസ്പോണ്ടിങ്ങിൽ കിട്ടും, ഡാറ്റ കിട്ടുന്നുണ്ട്. ഓക്കെ,
പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നമ്മളിവിടെ സ്ട്രിങ് കൊടുത്തില്ല ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ട്രിങ് കൊടുത്തില്ല, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സ്ട്രിങ് അല്ലാണ്ട് ഇങ്ങനെ കീ ഡയറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ അത് എററാണ് വരിക. ഓക്കെ, സോ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, രണ്ട് വേർഡായിട്ട് എടുക്കുന്നു. കാരണം കോഡ്സ് ഇല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വിചാരിക്കും ഫസ്റ്റ് എൻ്റെ നെയിംസ് ആർ ഈ വല്ല പുറത്തെ വേരിയബിൾസ് ആണെന്നൊക്കെ വെച്ച് അസൈൻ ചെയ്ത് അത് അസ്യൂം ചെയ്തു, എന്നിട്ട് അത് ട്രൈ ടു ആക്സസ് ചെയ്യാൻ നോക്കും, പിന്നെ അങ്ങനെ എറർ അടിക്കുക ചെയ്യുന്നത്. സോ ബേസിക്കലി ബ്രാക്കറ്റ് നൊട്ടേഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് എപ്പോഴും നമ്മൾ ഈ സ്ട്രിങ് ആയിട്ട് സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ, പക്ഷേ സ്ട്രിങ് ആയിട്ട് നിങ്ങളിത് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ അത് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ബ്രാക്കറ്റ് നൊട്ടേഷൻ യൂസ്ഫുള്ളാണ് എപ്പോഴാണെന്ന് വെച്ചാൽ ഡൈനാമിക് കീസൊക്കെ വരുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു കേസ് വേരിയബിളിൽ സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് നെയിം എന്നുള്ളത് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു, അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ നമ്മളിവിടെ എഴുതാം കോൺസ്റ്റ് കീ നെയിം ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, എന്നിട്ട് ഇത് ഡൈനാമിക്കായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ കീ നെയിം വെച്ച് എടുത്തു കഴിഞ്ഞിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഏജ് കിട്ടും നമുക്ക്. കണ്ടോ, ഏജ് നമുക്ക് ഇവിടെ നള്ളാണ് സെറ്റ് ചെയ്യുന്നത്, ഏജ് നള്ള സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് നള്ള് കിട്ടി. ഓക്കെ, സോ ഇൻറ്റൻഷ്യലി നമുക്ക് വേരിയബിൾ ബേസ്ഡ് കീസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് കുറച്ച് കോമൺ ആണ്, റിയൽ വേൾഡ് കേസിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യും ലേറ്റർ ഓണൊക്കെ. ഓക്കെ, സോ ആ ടൈമിലൊക്കെ നിങ്ങൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കുറച്ചും കൂടി ഐഡിയ കിട്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ പിന്നെ പറഞ്ഞു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒബ്ജക്ട്സിലെ കീസ് ഉണ്ടല്ലോ, ഇത് ഒബ്ജക്റ്റിലെ കീസ്. സോ ഇതെല്ലാം ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് സ്ട്രിങ് തന്നെയാണ്. ഓക്കെ, സോ നോർമൽ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് കീസ് ആർ ബേസിക്കലി സ്ട്രിങ്സ് ആണ്. നമ്മൾ ഈവൻ ദോ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഏജ് എന്നൊക്കെ പറഞ്ഞ് എഴുതി, നെയിം എന്നും പറഞ്ഞ് എഴുതി നമ്മൾ കൊടുത്താലും അത് നോൺ സ്ട്രിങ് കീസായിട്ട് അത് കൊടുക്കുകയാണെങ്കിലും അതിനെ സ്ട്രിങ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് വൈ ലൈക്ക് ഒബ്ജക്റ്റ് ഈസ് ലൈക്ക് എ ഡിക്ഷണറി നമുക്ക് പറയാൻ പറ്റും. സോ കീസ് എപ്പോഴും സ്ട്രിങ് ആയിരിക്കും. നമ്മളിപ്പോൾ സ്ട്രിങ് കൊടുത്തില്ല എന്നെങ്കിൽ കൂടിയും അത് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. സോ കീസ് എപ്പോഴും സ്ട്രിങ് തന്നെയായിരിക്കും. വാല്യൂസ് ബേസിക്കലി എന്ത് ടൈപ്പ് ആവാം, അതിപ്പോൾ നിങ്ങൾക്ക് നമ്പർ ആവാം, നള്ള് കൊടുക്കാം, ബൂളിയൻ ആക്കാം, സ്ട്രിങ് കൊടുക്കാം, അറേ കൊടുക്കാം, ഫംഗ്ഷൻ കൊടുക്കാം. സോ വാല്യൂസ് എനി ടൈപ്പ് ആവാം, പക്ഷേ കീസ് എപ്പോഴും സ്ട്രിങ്സ് തന്നെയായിരിക്കും. സോ ബേസിക് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഞാൻ ഈ വൈറ്റ് സ്പേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഗോ ത്രൂ ചെയ്തത്. സോ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.